പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ളവർ ആ ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് സന്തോഷത്തോടെ കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും കാണാൻ കഴിയുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. സ്തോത്രം. ഞാനിപ്പോൾ ടെക്സാസിൽ ഡാളസ് എന്ന സ്ഥലത്താണ്. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് ഈ ദിവസങ്ങളൊക്കെ ഇവിടെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങളായിരുന്നു. ഒത്തിരി സന്തോഷ വാർത്തകൾ പുറകാലെ പറയാനായിട്ടുണ്ട്. അതൊക്കെ പുറകാലെ പറഞ്ഞുകൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നു. ഒട്ടും സമയം കളയാതെ നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. സമയം ഒരു 5 മിനിറ്റ് വൈകി. ഞാൻ യാത്ര ചെയ്ത് ഓടി നമ്മുടെ സഹോദരൻ സ്റ്റാൻലിയുടെ ഭവനത്തിലേക്ക് വന്നാണ് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ അല്പം വൈകിയത് കൊണ്ട് ആമുഖങ്ങൾ ഞാൻ കട്ട് ചെയ്യുന്നു. നാളെയും ദൈവം അനുവദിച്ചാൽ പ്രഭാതത്തിൽ കയറാൻ ശ്രമിക്കുന്നു. ദൈവമക്കളെല്ലാം നേരത്തെ കടന്നു വന്ന് ജോയിൻ ചെയ്യാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർച്ചയായി യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 30-ാമത്തെ അത്ഭുതം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സുജാൻറ്റി ശബ്ദമുയർത്തി വായിച്ചു തരും. വേഗത്തിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. പരീശപ്രമാണികൾ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രന്മാരോടും പരീശന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവരെ തൊട്ടു സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങൾ ഒരുത്തന്റെ മകനോ മകളോ ശബത്തുനാളിൽ കിടക്കിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ ഈ സന്ദേശത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ ഇതിന് ശേഷം സാധാരണ നമ്മൾ നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി യൂട്യൂബിൻ്റെ വീഡിയോ ആയിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങളെല്ലാവരും അത് നിങ്ങളുടെ സ്നേഹിതർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ സമയം ഒരു QR കോഡ് നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് നൽകുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡാകാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കാൻ പ്രാക്ടിക്കലല്ല. കാരണം നിയമങ്ങൾ മാറി വന്നതുകൊണ്ട് ഇപ്പം വാട്സാപ്പിൽ അയക്കുന്ന ബ്രോഡ്കാസ്റ്റുകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ സൂമിലുള്ളവർക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ സുനിത സിസ്റ്റർ ഗ്രൂപ്പിൽ ചാറ്റ് ബോക്സിൽ ഇട്ട് തരും. യൂട്യൂബിൽ കാണുന്നവർക്ക് QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ ആഡ് ആകാവുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇവിടെ 30-ാമത്തെ അത്ഭുതം. ശബത്തിൽ നടക്കുന്ന ഒരത്ഭുതമാണ് ഇവിടെ വായിച്ചത്. ശബത്തിൽ നടക്കുന്ന ഒരത്ഭുതം. ശബത്ത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ശബത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പരീശൻ്റെ ഭവനത്തിൽ യേശുക്രിസ്തു ആഹാരം കഴിക്കുകയാണ്. യേശു വാസ് ഈറ്റിംഗ് ഇൻ ദ ഹൗസ് ഓഫ് എ പ്രൊമിനൻറ്റ് ഫാരിസേ ഓൺ ദ ശബത്ത്. അവിടെ ഒരു മഹോദരമുള്ളൊരു മനുഷ്യൻ, ഡ്രോപ്സി. ഇതിന് രസകരമായ പല ചിന്തകളും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മഹോദരം എന്ന് പറഞ്ഞാൽ കൊടവേറുള്ള ആളെന്നർത്ഥമില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മളീ പലരും ജോസഫച്ചാൻ്റെ മക്കൾ 2 പേരും വചനം പഠിച്ച് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചിരിക്കുക. അതിൻ്റെ സന്തോഷം, അതിൻ്റെ പവറൊക്കെ ജോസഫച്ചാനുണ്ട്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കൊടവേറുള്ളവരല്ല ഈ മഹോദരം ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇനി വേറെ ഒരു ഭാഗം ഞാൻ കേട്ടത്, ഈ മഹോദരം എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി ആഹാരം കഴിക്കണം, നമ്മുടെ റപ്പായി ഒക്കെ കേട്ടില്ലേ, അതുപോലാണെന്ന് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടുമല്ല. ഈ മഹോദരം എന്നതിന് യഥാർത്ഥത്തിൽ എഡിമ എന്ന ഒരു രോഗാവസ്ഥയാണ് ഈ മഹോദരം എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് അബ്നോർമൽ സ്വെല്ലിംഗ് കോസ്ഡ് ബൈ ഫ്ലൂയിഡ് അക്യുമുലേഷനാണ്. എന്ന് പറഞ്ഞാൽ വയറിനകത്ത് ഫ്ലൂയിഡ് കെട്ടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെയാണ് ആ രോഗം അവിടെ പറയുന്നത്. ഇവിടെ 3-4 ചിന്തകൾ പറഞ്ഞ് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇവിടെ ഈ റിലീജിയസ് ലീഡേഴ്സ് യേശുക്രിസ്തുവിനെ ഇങ്ങനെ എന്ത് ചെയ്യുക, സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഒരു സാഹചര്യം നോക്കി അവരിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ യേശുക്രിസ്തു ആ സാഹചര്യത്തെ 2 തരത്തിലത് മാറ്റി. ഒന്ന്, ഒരത്ഭുതമാക്കി മാറ്റി. 2, അതൊരു പാഠമാക്കി മാറ്റി. അതാണ് ഈ പറഞ്ഞേക്കുന്ന 6 വാക്യങ്ങളിൽ കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതത്തിൻ്റെ, മഹോദരമുള്ളവനെ സൗഖ്യമാക്കുന്ന ഈ അനുഗ്രഹീത അത്ഭുതത്തിൻ്റെ ഒരു ചെറിയ വിവരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചിന്ത, 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 തരത്തിലെ നോട്ടം നമുക്ക് കാണാം. എന്താ? 2 തരത്തിലെ നോട്ടം. ഒന്നുകൂടെ 1-2 വാക്യം ഒന്ന് സുജാനി വായിച്ചു തന്നെ. ഒന്നുകൂടെ 14 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. പരീശ പ്രമാണികൾ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും. ഒരു നിമിഷം അവിടെ നിൽക്കട്ടെ. രണ്ട് കാഴ്ചപ്പാടുകൾ അവിടെ കാണാം. ഒന്ന്, ദ ഫാരിസീസ് വെർ വാച്ചിങ് ജീസസ് എന്ന് പറഞ്ഞാൽ മതമേലാധ്യക്ഷന്മാർ യേശുവിനെ നോക്കുകയാണ്. പക്ഷെ യേശുവിൻ്റെ കണ്ണിൽ പെട്ടത് അവിടെ ഒരു ആവശ്യക്കാരനായിരിക്കുന്ന രോഗമുള്ളവനെയാണ്. ഒരു സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സമൂഹത്തിൻ്റെ നോട്ടമല്ല ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നോട്ടം. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ പലരും കൺസേൺഡ് ആകുന്നത് സമൂഹത്തിൻ്റെ നോട്ടത്തെ ഉദ്ദേശിച്ചല്ലേ. സമൂഹം എന്ത് പറയുന്നു, സമൂഹം എന്ത് ചിന്തിക്കുന്നു, സമൂഹം എന്ത് കാണുന്നു, ഇതൊക്കെയല്ലേ നമ്മുടെ ചിന്ത. സ്തോത്രം. ഇനി യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശുവിനോട് അത്ര സ്നേഹമായിട്ട് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണോ അർത്ഥം? എൻ്റെ ബിജോയ് പാസ്റ്ററെ, നമ്മൾ നോക്കുമ്പോൾ ഇവന്മാർ യേശുവിനെ നോക്കുക എന്ന് തോന്നിയാലും വല്ല കുറ്റവും കണ്ടുപിടിക്കാൻ ഓപ്ഷൻ ഉണ്ടോയെന്നാണ് എന്ത് ചെയ്യുന്നേ നോക്കുന്നത്. സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് അവിടെ ഞാൻ പറയാം. സമൂഹം മൊത്തം കുറ്റത്തെ നോക്കി നിൽക്കുമ്പോൾ നിൻ്റെ ആവശ്യത്തെ നോക്കി മനസ്സിലാക്കുന്ന ഒരു യേശു നിൻ്റെ കൂടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആ സന്ദേശം എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് ഞാൻ കൈമാറുന്നു. സമൂഹം മൊത്തം കുറ്റം കണ്ടുപിടിക്കാനുള്ള വലിയ മനോഭാവത്തിലിരിക്കുമ്പോൾ നിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ യേശു തയ്യാറായി നിൻ്റെ മുമ്പിലുണ്ട്. ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് കൈമാറുന്നു. സമൂഹം കാണാത്ത നിൻ്റെ ആവശ്യകതയെ ഒരു സ്തോത്രം പറയണേ. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം ക്യാമറ ഓൺ ചെയ്യണം. സമൂഹത്തിൻ്റെ നോട്ടത്തിനപ്പുറത്ത് ആവശ്യമുള്ള ഒരുവനെ തേടി യേശു ഇറങ്ങുന്നൊരു കാഴ്ച. ഇന്നിത് പറയുമ്പോൾ എത്ര പേരുടെ മനസ്സിനകത്ത് ഒരു കുളിര് വീഴുന്നുണ്ട്. എന്നെ അറിയുന്നൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന്. എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്നെ അറിയുന്നൊരു ദൈവം. സമൂഹം ഇടുന്ന വിലയ്ക്കപ്പുറം നിനക്കൊരു വിലയിടുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവേ, ചില ജീവിതങ്ങളെ ആത്മാവൊന്ന് ഇറങ്ങി തൊടണമേ.
സമൂഹമിട്ട വിലകൾക്കപ്പുറത്ത്, സമൂഹമിട്ട വീക്ഷണങ്ങൾക്കപ്പുറത്ത് സ്വർഗത്തിൻ്റെ ഒരിടപെടൽ ഇന്ന് പ്രഭാതത്തിൽ ചില വീടുകൾക്കകത്ത് വെളിപ്പെട്ടിറങ്ങി വരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് യേശു അറിഞ്ഞ് ചിലത് ചെയ്യുന്നത് ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയുക. രണ്ടാമത്തെ ചിന്ത, യേശു പറഞ്ഞോ? ക്ഷമിക്കണം, മഹോദരമുള്ളവൻ യേശുവിനോട് പറഞ്ഞോ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അഡ്രസ്സ് ചെയ്യണം, ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞോ? ഇവിടെ ഒന്ന് ഓർത്ത് നോക്കി. നമ്മളൊക്കെ പല കാര്യവും പറയത്തില്ലേ? ഞാൻ US വന്നപ്പം നമ്മുടെ സ്നേഹിതന്മാർ സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു, ഞാൻ US വന്നു. നമ്മൾ പറയും, ഇപ്പോൾ അടുത്ത ആഴ്ച കാനഡയ്ക്ക് പോകുന്നു. നമ്മുടെ ഈ സഹോദരനകത്ത് കാനഡക്കാരുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന്. നമ്മൾ പല കാര്യവും പറയത്തില്ലേ? പറയുമോ ഇല്ലയോ? നിങ്ങൾ പറ. പക്ഷേ ഇവിടെ ഈ മഹോദരമുള്ളവൻ പറഞ്ഞതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചോ? യേശു കണ്ടു. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ നാഥൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാണ്. ഓ ജീസസ്. കണ്ടറിഞ്ഞ്. ഈ കണ്ടവർ പലരും കാണാത്തവരെ പോലെ പോയില്ലേ? അല്ലേ? നമ്മൾ പാടാറില്ലേ, കണ്ടും കാണാതെയും പോയിടുമ്പോൾ. സ്വത്രം. എബ്രാമച്ചായ പ്രൈസലോട് ഒത്തിരി നാളായിട്ട് കാണുന്നില്ല. സ്വത്രം. തീർച്ചയായി. അപ്പം കാണേണ്ട പലരും നമ്മളെ വേണ്ട പോലെ കാണാതിരിക്കുമ്പോൾ, കേൾക്കേണ്ട പലരും വേണ്ട പോലെ കേൾക്കാതിരിക്കുമ്പോൾ, കണ്ട പലരും കണ്ടിട്ടും കാണാത്തവരെ പോലെ പോകുമ്പോൾ, ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയുന്നു. നീ പോലും പറയാതെ നിൻ്റെ വിഷയത്തെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു യേശുനാഥനുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവി പറയുന്നു, നിൻ്റെ ആവശ്യങ്ങളെ നീ സ്തോത്രത്തോടെ സ്വർഗസന്നിധിയിലേക്ക് നീ കരേറ്റുന്നുണ്ട്, ശരിയാ. പക്ഷേ ചില സാഹചര്യങ്ങളുമായി നീ അങ്ങ് പൊരുത്തപ്പെട്ടില്ലേ? ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് നീ ചിന്തിച്ചില്ലേ? അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു യേശുവിനെ ഇന്നു പകൽ ഹൃദയത്തിൽ മനസ്സ് നിറഞ്ഞൊന്ന് സ്തോത്രം ചെയ്തേക്കണം. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഞാനിത് പറയുമ്പോൾ നാഥ, ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന സ്തോത്രം 120ഓളം കുടുംബങ്ങൾക്കകത്ത് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം കണ്ടറിഞ്ഞ് ചിലത് ചെയ്യേണ്ടതിനായി, ഓ ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ സംഭവിക്കട്ടെ. മൂന്നാമത്തെ ചിന്ത, ഒറ്റ നോട്ടത്തിൽ മഹോദരമുള്ളവനെ കണ്ടിട്ട് മനസ്സിലാകണമെങ്കിൽ സാധനച്ചായ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന സകല ആൾക്കാർക്കും ഇവനെ കണ്ടപ്പോൾ ഈ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പം യേശുവിന് മാത്രമാണോ അറിയാവുന്നേ? അപ്പം പലരും കണ്ടു. കണ്ടുകൊണ്ട് എന്താ ഗുണം? വയറിനെക്കുറിച്ചാണല്ലോ പറയുന്നത്. വയറുള്ളവർക്ക് മനസ്സിലാകും. എനിക്കും ജോബിച്ചായനും ജോസപ്പച്ചായനും ഒക്കെ മനസ്സിലാവും. ഈ വയറുള്ള ഞങ്ങളെ കാണുമ്പോൾ ഉപദേശങ്ങൾ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ വരും. വാഴപ്പിണ്ടി കുടിക്കണം, എല്ലാ ദിവസവും രാവിലെ ഇഞ്ചിനീര് കുടിക്കണം. ഇവരറിയുന്നുണ്ടോ നമ്മൾ കുടിക്കുന്ന ഇഞ്ചിനീരൊക്കെ എന്തുവാന്ന്? കുറേ അഡ്വൈസ് കിട്ടും, അല്ലേ? സ്തോത്രം. ഈ അഡ്വൈസ് തരുന്നവർ തന്നെ 3 പേർ കഴിക്കാനുള്ള ആഹാരവും നമുക്ക് തരും. അതാ അതിനേക്കാൾ രസം. സ്തോത്രം. ഞാൻ നിങ്ങളുടെയൊക്കെ ഭവനങ്ങൾ വന്നിട്ടുള്ള ആളല്ലേ. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച മുമ്പ് നമ്മുടെ മേളൻ സിസ്റ്റർ മീറ്റിങ്ങിലുണ്ടല്ലോ, അവിടെ ചെന്നു. അയ്യോ, അച്ചായനും അമ്മാമ്മയും 2 പേരും കൂടെ എനിക്ക് ഫുഡ് തരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഇത്രത്തോളം അങ്ങ് ടേക്ക് കെയർ. നമ്മൾ എങ്ങനെ ഡയറ്റ് എടുക്കും? നിങ്ങൾ പറ. നമ്മൾ കഴിച്ചു പോകത്തില്ലയോ? അതും അച്ചായൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നറിയാമോ? എന്തെല്ലാം സാധനങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു, മീറ്റിംഗ് എല്ലാം അങ്ങ് മാറ്റി വെച്ച് അവിടെ ഈറ്റിങ്ങിന് വേണ്ടി ഒരാഴ്ച നിൽക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ
നമ്മുടെ അവസ്ഥ കണ്ടാൽ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനേ അവരെ കൊണ്ട് പറ്റൂ. അല്ലേ? ഇഞ്ചി നീര് കുടിക്കണമെന്നും ഫുഡ് കഴിക്കില്ലെന്നും വയറ് കുറയ്ക്കണമെന്നും പാസ്റ്റർ നടക്കണമെന്നും ഇതൊക്കെ പറയാനേ നമ്മുടെ അവസ്ഥ കണ്ടാൽ ആൾക്കാർക്ക്, അല്ലേ? ആൾക്കാർക്കെല്ലാം ടിപ്സ് ഉണ്ട് പറയാൻ. ടിപ്സ് കൊടുക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന് മുമ്പിൽ എൻ്റെ യേശു ടിപ്സ് അല്ല പറഞ്ഞു കൊടുത്തേ. ആ റൂമിനകത്തുള്ള സകല ആൾക്കാരും കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കണ്ണിൽ യേശു അവനെ കണ്ടു. യേശു കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം യേശു കണ്ട ആ ഒരു മാനസികാവസ്ഥയില്ലേ, അതിനപ്പുറം വേറെ ആരും കാണാത്തതുപോലെ റബക്കസിയാദന യേശു നിൻ്റെ വിഷയത്തെ പെർമനൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. വിശ്വസിക്കാൻ പറ്റുന്നവർ ഒരു നിമിഷം ആമേൻ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ, 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 യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇന്നുവരെ ഞാനേ അത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു വരുന്നൊരു ദൂത് ഞാൻ പറയാം. അത് സ്വീകരിക്കാൻ കഴിയുന്നവർ ഒരാമയം പറഞ്ഞ് സ്വീകരിച്ചോണം. സ്തോത്രം, സ്തോത്രം. പലരും നിസ്സഹായതയോടെ കണ്ട് കൈമലർത്തിയ നിൻ്റെ സിറ്റുവേഷനെ പെർമനൻ്റായിട്ട് സ്വർഗം അഡ്രസ്സ് ചെയ്യും. ഹല്ലേലൂയ പറയാൻ പറ്റുന്നവർ ഒരു നിമിഷം നിറഞ്ഞ മനസ്സോടെ ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. പലരും നിസ്സഹായരായ നിൻ്റെ വിഷയമില്ലേ, അതിനെ സ്വർഗം പെർമനൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. നാഥ നന്ദി. പെർമനൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. ഓ ജീസസ്, പെർമനൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. ജീസസ്, യേശുനാഥ. ഇപ്പോൾ ഞാൻ ആ ഭാഗം പറയുമ്പോൾ ഒരു ദൈവസാന്നിധ്യം എല്ലാ വീടുകൾക്കകത്തും ചലിക്കട്ടെ. ഈ സൂം ലൈൻ കണക്റ്റായിരിക്കുന്ന എല്ലാ വീടുകൾക്കകത്തും ഇപ്പോൾ ആ ദൈവശക്തി ഇറങ്ങി ചെല്ലട്ടെ. ആ ദൈവശക്തി ഇറങ്ങി ചെല്ലട്ടെ. പെർമനൻ്റായി ചിലതിനെ കർത്താവ് സോൾവ് ചെയ്യണമേ. കുറേ നാളായിട്ട് ഡ്രാഗ് ചെയ്ത് ഇട്ട് വലിച്ചു കൊണ്ടു നടക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ കർത്താവ് ഇന്ന് ഹാൻഡിൽ ചെയ്യണമേ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നാലാമത്തെ ചിന്ത, അവിടെ യേശു ഒരു ചോദ്യം ചോദിച്ചു. വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം പോയതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ലൂക്കോസ് 14:3 യേശു അങ്ങോട്ട് ചോദിച്ചു, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ? അല്ലേ, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഈ ചില സമയത്ത് ഇതിന് മുമ്പ് ഒരു വിഷയം വന്നപ്പോൾ ഇവർ ഈ ചോദ്യം ചോദിച്ചായിരുന്നു. അതുകൊണ്ട് യേശു ഈ പ്രാവശ്യം യവന്മാർക്ക് ചോദ്യം ചോദിക്കാൻ സമയം കൊടുത്തില്ല. പകരം യേശു അങ്ങോട്ട് ചോദിച്ചു, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ എന്ന്. ഞാനേ ഒരു സത്യം പറയാം നിങ്ങളോട്, കർത്താവ് ചിലത് ചെയ്യുമ്പോൾ ചുറ്റും നിൽക്കുന്നവന് ചോദിക്കാൻ പോലും അവസരം കൊടുക്കാതെ ലൂപ്പ് ഹോൾ അടച്ച് കർത്താവ് ചെയ്യുന്നത്. കൈ വരേണ്ട ആളെ സൗഖ്യമാക്കിയപ്പോൾ അവരാ കയറി ഉടക്കിട്ടെ. ഇവിടെ ഇവൻ ഉടക്കുന്നതിന് ഈ ചില ഉടക്കന്മാരെ കർത്താവ് മിണ്ടാതാക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. വളരെ ജസ്റ്റ് ഒരു വാക്കായിട്ടത് പറഞ്ഞ് വിട്ടതേ ഉള്ളെങ്കിലും ഇടത്തോട്ട് പോയാലും ശരിയാകത്തില്ല, വലത്തോട്ട് പോയാലും ശരിയാകത്തില്ല. എങ്ങനെ പോയാലും ഈ എല്ലാത്തിനും ഉടക്കിടുന്ന ചിലതില്ലേ, കർത്താവ് ചിലതിൻ്റെ വായ അടയ്ക്കും. കർത്താവ് ചിലതിൻ്റെ വായ അടയ്ക്കും. ഈ വാക്കുകൾ നിമിത്തം മുറിവേറ്റവർ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ്റെ മുമ്പിൽ സ്വർഗം നിന്നെ ജീസസ് നിൻ്റെ വിഷയത്തെ ഹാൻഡിൽ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ്റെ മുമ്പിൽ നിൻ്റെ വിഷയത്തെ സ്വർഗം ഹാൻഡിൽ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഈ കമ്പാഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് വെയിറ്റ് ഫോർ എ കൺവീനിയൻറ്റ് ടൈം. സ്നേഹം കൂടുമ്പോഴേ അയ്യോ ശബത്താണല്ലോ,
ഒരു കൺവീനിയൻ്റ് ടൈമിൽ സൗഖ്യമാക്കാമല്ലോ എന്ന് യേശു വിചാരിച്ചില്ല. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്നേഹം ചോദിക്കുന്നത് ഇത് സൗകര്യമാണോ എന്നല്ല, ഈസ് ദിസ് കൺവീനിയൻ്റ് എന്നല്ല ചോദിക്കുന്നത്. സ്നേഹം ചോദിക്കുന്നത് ക്യാൻ ഐ ഹെൽപ്പ് എന്നാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ മതത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. മതത്തിൻ്റെ പ്രശ്നം, മതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഈ നീ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് പറ്റും. എൻ്റെ കൂടെ ഉണ്ടോ? നീ കഷ്ടതയുടെ ആഴങ്ങളിൽ കൂടെ പട്ടിണി കിടക്കുകയാണെങ്കിൽ മതത്തിന് ചെയ്യാൻ പറ്റുന്നത് പട്ടിണി കിടന്ന കുറേ പേരെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ക്ലാസ് നിനക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അനു പറയുന്നു ഞാൻ പട്ടിണിയാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, മതം പറയുന്നത് പേടിക്കണ്ട, ഹാഗർ പട്ടിണി കിടന്നിട്ടുണ്ട്, അബ്രഹാം പട്ടിണി കിടന്നിട്ടുണ്ട്, പൗലോസ് ലേഖനം എഴുതിയപ്പം പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ പലവട്ടം പട്ടിണി കിടന്നെന്ന്, യേശുവിന് വിശന്നു. ഇതാണ് മതത്തിന് പറയാൻ പറ്റുന്നത്. പക്ഷേ യേശുക്രിസ്തുവിന് നിൻ്റെ വിശപ്പിനെ മാറ്റാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ജീസസ് വാസ് എക്സ്പോസിങ് എ റിലീജിയൻ ദാറ്റ് കുഡ് ഡിസ്കസ് സഫറിങ് without doing anything about it. നിന്റെ വിഷയത്തെ സമൂഹത്തിനൊരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് ഇട്ട് കൊടുക്കാതെ അതിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ ഒരു വിടുതൽ അവൻ അയക്കും. ആമേൻ. നിന്റെ വിഷയത്തെ നാട്ടുകാർക്കൊരു ഡിസ്കഷൻ ടോപ്പിക്കാക്കി മാറ്റാതെ സ്വർഗം അതിൻ്റെ അകത്ത് ആത്യന്തികമായ ഒരു സൗഖ്യത്തെ കർത്താവ് കൈമാറും. യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഒരു സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. അവസാനം ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ആൾക്കാരെല്ലാം ഇതുവരെ അവൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നേ, പക്ഷേ യേശു അവനെ അടുക്ക ചെന്ന് അവനെ എടുത്ത് സൗഖ്യമാക്കി. യേശുവിൻ്റെ നാമത്തിൽ. സ്വർഗം ആക്ഷൻ്റെ അകത്തായിരുന്നു പ്രാധാന്യം കൊടുത്തത്. യേശുവിൻ്റെ നാമത്തിൽ. ആ ഒരു വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. 4-ാം വാക്യം സുജാൻറ്റി, 14:4. അവൻ അവനെ തൊട്ടു സൗഖ്യമാക്കി വിട്ടയച്ചു. മതി. അവൻ അവനെ തൊട്ടു സൗഖ്യമാക്കി വിട്ടയച്ചു. ജീസസ്. യേശു തൊടും, യേശു സൗഖ്യമാക്കും, യേശു വിട്ടയക്കും. 3 കാര്യങ്ങൾ. ജനം ഇതുവരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തെ യേശു തൊട്ടു. രോഗത്തിൻ്റെ ഡിസ്കഷനെ നിർത്തിയിട്ട് സൗഖ്യത്തിൻ്റെ കരത്തെ കൈമാറി. പിടിച്ച് കിടത്തിയതിനെ വിട്ടയച്ചു യേശുവിൻ്റെ നാമത്തിൽ. 3 കാര്യങ്ങൾ. തൊട്ടു, സൗഖ്യമാക്കി, വിട്ടയച്ചു. കർത്താവ് തൊട്ടാൽ ചിലതിന് പരിഹാരം വരും. പരിഹാരം വന്നാൽ സ്വർഗം നിന്നെ വിട്ടയക്കും. എന്ന് പറഞ്ഞാൽ ഇതുവരെ പിടിച്ചു വെച്ചതിനെ കർത്താവ് ക്യാൻസൽ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളെ അടയ്ക്കാം, സമയം പോയല്ലോ. ഒറ്റ വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ 120ഓളം കുടുംബങ്ങൾ എൻ്റെ ശബ്ദം ഈ സൂമിൽ കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരു പക്ഷേ നാളെ ഈ ശബ്ദം സാമൂഹിക മാധ്യമങ്ങളിൽ കേൾക്കാൻ സാധ്യതയുള്ളവർ, നിങ്ങളുടെ വിഷയം എന്താ? നിങ്ങളുടെ പ്രശ്നം എന്താ? ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് യേശു ഭയന്നവനെ സൗഖ്യമാക്കാതിരുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നവൻ്റെ മുമ്പിൽ യേശു അവനെ സൗഖ്യമാക്കി. ഞാൻ ഇതുവരെ ആ സൗഖ്യമാക്കപ്പെട്ടവനെക്കുറിച്ചാണ് പറഞ്ഞത്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗത്തു നിന്നൊരു വാക്ക് ഞാൻ പറയട്ടെ. നിന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നവൻ്റെ മുമ്പിൽ നിൻ്റെ ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കും. ആമേൻ പറഞ്ഞേ. നിന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നവൻ്റെ മുമ്പിൽ നിൻ്റെ വിളി നിമിത്തം സ്വർഗം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കും. യു വിൽ ഹീൽ സിക്ക്. യു വിൽ ഹീൽ സിക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ക്രിട്ടിക്സ്. നിന്നെ കുറ്റം പറയുന്നവൻ്റെ മുമ്പിൽ
സ്വർഗം നിന്റെ മേൽ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്തെടുക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നാഥ, ഞാനിപ്പോൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇവരുടെ മേൽ ചലിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. അങ്ങ് അത്ഭുതം ചെയ്യും. അങ്ങ് അത്ഭുതവാനാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ആ അത്ഭുതം അനുഭവിക്കട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ സൗഖ്യമാക്കണമേ. മാനസികമായി തകർന്നവരുണ്ടെങ്കിൽ കർത്താവ് സമാധാനം കൊടുക്കണമേ. ഭൗതിക വിഷയത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഭൗതിക പ്രതിസന്ധികളെ കർത്താവ് മാറ്റണമേ. യേശുനാഥനെ തിരിച്ചറിയാൻ കൃപ കൊടുക്കണമേ. നാളെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങളുടെ ഡെയിലി മോർണിംഗ് ദൈവശബ്ദം കേൾക്കാൻ കൃപ നൽകണമേ. പ്രാർത്ഥന യാചനയും കേട്ടതിന് സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.